CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ പോലീസ് കൃത്യമായി ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ആവശ്യമായ നടപടി എടുത്തു എന്നുള്ളതല്ലേ? ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ അയാളോട് അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ താക്കീത് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. അല്ല, നമുക്കതിൽ മറ്റു നടപടികൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ടതാണ്. ഒരു ആക്ഷേപം വരുന്നത് ഈ ഇങ്ങനെയൊരു ഭീഷണി ഉണ്ടായിട്ടും ഒരു കരുതൽ തടങ്കലിന് വെക്കാം, അങ്ങനെയുള്ള സാധ്യതയുണ്ടോ പോലീസ്? എന്താണ് കരുതൽ തടങ്കലിൽ വെച്ചാലും 24 മണിക്കൂറുകൾ നമുക്ക് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കാപ്പ അങ്ങനെയുള്ളതൊന്നും ഒരു കേസിന് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുഭവിച്ചിട്ടുള്ളതല്ലേ, അതിൽ നമുക്കപ്പോൾ ഇടപെടുന്നതിന് കുറേ താക്കീത് നൽകി വിട്ടയക്കായിരുന്നു അന്ന്. ഇൻസ്പെക്ടർ അയാൾ സ്റ്റേഷനിനകത്തേക്ക് കയറി വരാത്ത കാരണം ഇൻസ്പെക്ടർ പുറത്ത് വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. നമുക്ക് സ്റ്റേഷനിലേക്ക് വരാൻ തയ്യാറായി. ഞാൻ ഉള്ളി വരില്ല, എന്നെ കാണാൻ ഇൻസ്പെക്ടർ പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്പെക്ടർ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിമേൽ ഇടപെട്ടാലും നിങ്ങളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എഴുതി കൊടുക്കും, ഇനി നിങ്ങൾ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ പ്രകാരം അയാൾ തിരിച്ചു പോവുക. പിന്നെ കുറേ ദിവസത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. ഈ വീട്ടുകാരുടെ പരാതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ എന്താണ് മറുപടി പറഞ്ഞത്? അയാൾ ഒന്നും പറയുന്നില്ല. അയാൾ ചിരിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അയാൾ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് കാര്യം. അയാളൊന്നും പറയാറില്ല. അങ്ങനെയൊന്നുമില്ല, അവിടുത്തെ കോളനിയിലുള്ള ആൾക്കാർ മൊത്തം എനിക്കെതിരാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ അയാളുടെ തിരിച്ചുള്ള പരാതി. ഇപ്പം ഈ പ്രതിയെ പിടികൂടാനുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും പിടിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നോക്കുന്നത്. ഊർജിതമായി പരിശോധനകൾ നടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനകളാണ് നടക്കുന്നത്. പ്രതി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ഈ വീടിനകത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ എറിഞ്ഞ് തകർത്തതിന് ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം പോലീസ് നായ എല്ലാം തന്നെ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തിയെങ്കിലും ഈ ചെന്താമരയുടെ തറവാട് വരെ വീട്ടിൽ പോയി അതിനുശേഷം പിന്നീട് പാടത്തെ സമീപത്തെ കുളത്തിന് സമീപം വന്ന് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ പോത്തുണ്ടി, നെല്ലിയാമ്പതി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന എവിടെയെങ്കിലും ഇയാൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ആണ് പോലീസിന്റെ സൂചന പോലീസിന് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നു. അതെല്ലാം നെന്മാറ വിട്ട് ടൗണിലേക്ക് കടന്നു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് വളരെ ഊർജിതമായി ചെന്താമരയെ കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ആ ദിവസം 29-ാം തീയതിയാണ് പരാതി ലഭിക്കുന്നത്. അന്ന് തന്നെ ചെന്താമരയെ വിളിച്ച് പോലീസ് താക്കീത് നൽകി വിട്ടയച്ചു എന്നതും പറയുന്നു. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഊർജിതമായി നടക്കുന്നത്. ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും വളരെ വിചിത്രമായിട്ടായിരുന്നു പെരുമാറിയത് എന്ന് പോലീസിൻ്റെ വാക്കിൽ നിന്നും വ്യക്തമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കിൽ നിന്നും വ്യക്തമാണ്. ഇൻസ്പെക്ടർ വേണമെങ്കിൽ തന്നെ പുറത്തേക്കിറങ്ങി കാണണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനകത്തേക്ക് പോലും കയറാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വെറുതെ ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും വിചിത്രമായ സ്വഭാവവിശേഷങ്ങളുള്ള ഒരാൾ തന്നെയായിരുന്നു എന്ന് ഇതിനോടകം വ്യക്തമാക്കുകയാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ശക്തമായി തന്നെ അവിടെ നടത്തുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി.